രുചി വൈവിധ്യങ്ങളാൽ നിങ്ങളുടെ മനസ്സിനെ കീഴടക്കാൻ സ്പൈസ് ആൻഡ് ബോൺ ഗാർഡൻ റെസ്റ്റോറന്റ് ചേലക്കര. ദിവസം പറഞ്ഞത് നമ്പർ കിട്ടിയാലേ തരുള്ളൂ എന്നാ പറഞ്ഞേ. അപ്പം മിനിഞ്ഞാന്ന് നമ്പർ കിട്ടി. അപ്പം ഞാൻ പോയി ചോദിച്ചു. അപ്പം ഞാൻ എൻ്റെ മകളുടെ ഇത് വിളിച്ചുകൊണ്ട് പോയി, മകളെ വിളിച്ചുകൊണ്ട് പോയി. അപ്പോൾ അവരുടെ രേഖകളൊക്കെ എടുത്ത് നോക്കിയിട്ട് ഇതിൽ കൊടുത്തിട്ടുണ്ടല്ലോ, വാങ്ങിയിട്ടുണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞു. എനിക്ക് കാശ് കിട്ടിയിട്ടില്ല. തിരുവല്ലോമല ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിക്കെതിരെ ഗുരുതര ആരോപണവുമായി CPM മുൻ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയും ഗ്രാമപഞ്ചായത്ത് പ്രതിപക്ഷ നേതാവുമായ S. ദിലീപ് രംഗത്ത്. പഞ്ചായത്തിലെ ലൈഫ് മിഷൻ ഗുണഭോക്താക്കളുടെ ധനസഹായ വിതരണത്തിൽ ഗുരുതര ക്രമക്കേടെന്നാരോപിച്ചാണ് S. ദിലീപ് രംഗത്ത് വന്നത്. പലർക്കും വർഷങ്ങൾക്ക് മുൻപ് തുക നൽകിയെന്ന് രജിസ്റ്ററിൽ രേഖപ്പെടുത്തിയെങ്കിലും അക്കൗണ്ട് സ്റ്റേറ്റ്മെന്റ് എടുത്തപ്പോൾ അർഹതപ്പെട്ടവർക്ക് തുക ലഭിച്ചിട്ടില്ലെന്ന് വ്യക്തമായതാണെന്ന് അദ്ദേഹം തുറന്നടിച്ചു. ലൈഫ് മിഷൻ ഗുണഭോക്താക്കൾക്കുള്ള ധനസഹായ വിതരണത്തിൽ വലിയ ക്രമക്കേട് ആണ് തിരുവല്ലോമല ഗ്രാമപഞ്ചായത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. പല ആളുകളുടെയും അക്കൗണ്ടുകളിൽ വർഷങ്ങൾക്ക് മുൻപേ പണം നൽകി എന്ന് രജിസ്റ്ററുകളിൽ രേഖപ്പെടുത്തി വെച്ചിരിക്കുകയാണ്. പക്ഷേ അവരുടെയെല്ലാം അക്കൗണ്ട് സ്റ്റേറ്റ്മെന്റ് എടുത്ത് പരിശോധിക്കുമ്പോൾ ഈ ആളുകൾക്കൊന്നും അർഹമായ പണം ഈ പറയുന്ന തീയതികളിൽ അവരുടെ അക്കൗണ്ടുകളിലേക്ക് ലഭിച്ചിട്ടില്ല. ഇത്തരത്തിൽ ഈ ഗുണഭോക്താക്കൾക്ക് പണം ലഭിച്ചിട്ടില്ലെങ്കിൽ രജിസ്റ്ററിൽ രേഖപ്പെടുത്തിയ തുക ആർക്കാണ് നൽകിയത് എന്ന് തിരുവല്ലോമല ഗ്രാമപഞ്ചായത്ത് ഭരിക്കുന്ന ഭരണസമിതിയും അവിടുത്തെ ഉദ്യോഗസ്ഥരും വ്യക്തമാക്കേണ്ടതാണ്. വലിയ ക്രമക്കേട് ഇതിൻ്റെ ഭാഗമായി നടന്നു എന്നാണ് ഈ രജിസ്റ്ററിൽ തെറ്റായി രേഖപ്പെടുത്തിയിരിക്കുന്ന കാര്യങ്ങൾ വെളിവാക്കുന്നത്. ലൈഫ് മിഷൻ ഗുണഭോക്താക്കളുടെ ആവശ്യങ്ങളെയും അവയുടെ മാനദണ്ഡങ്ങളെയും കുറിച്ചറിയുവാൻ വിവരാവകാശ രേഖയ്ക്കായി അപേക്ഷ നൽകിയെങ്കിലും മറുപടി നൽകിയില്ല എന്ന് മാത്രമല്ല, നിഷേധാത്മകമായ നിലപാടാണ് ഭരണസമിതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായതെന്നും ഇതെല്ലാം ഭരണസമിതിയുടെ ഗുരുതരമായ ക്രമക്കേടിനെയാണ് ചൂണ്ടിക്കാണിക്കുന്നതെന്നും ദിലീപ് കൂട്ടിച്ചേർത്തു. തിരുവല്ലോമല പഞ്ചായത്തിലെ ലൈഫ് ഗുണഭോക്താക്കൾക്ക് നൽകിയ പണം എത്ര പേരുടെ പണി പൂർത്തീകരിച്ചു, ഇനി പൂർത്തീകരിക്കാനുള്ളവർ എത്ര, അവർക്ക് നൽകാനുള്ള തുക എത്ര, ലൈഫ് മിഷൻ ഗുണഭോക്താക്കൾക്ക് വിവിധ ഗഡുക്കളായി പണം നൽകുമ്പോൾ അനുവർത്തിക്കേണ്ട മാനദണ്ഡങ്ങൾ എന്താണ് എന്നെല്ലാമുള്ള വിവരങ്ങൾ ആവശ്യപ്പെട്ടുകൊണ്ട് തിരുവല്ലോമല ഗ്രാമപഞ്ചായത്തിനകത്ത് ഒരു വിവരാവകാശ നിയമപ്രകാരം അപേക്ഷ സമർപ്പിച്ചിരുന്നെങ്കിൽ ആ അപേക്ഷയ്ക്ക് കൃത്യമായ മറുപടി നൽകാൻ പഞ്ചായത്ത് ഭരണസമിതി തയ്യാറായിട്ടില്ല. ഒരു ഓഫീസിൽ നേരിട്ട് ഹാജരായി ഓഫീസ് ജോലികൾക്ക് തടസ്സമില്ലാത്ത വിധം രേഖകൾ പരിശോധിച്ച് നിങ്ങൾ തന്നെ അതിനാവശ്യമായ ഉത്തരം കണ്ടെത്തിക്കൊള്ളൂ എന്ന നിഷേധാത്മകമായ മറുപടിയാണ് തിരുവല്ലോമല ഗ്രാമപഞ്ചായത്തിൽ നിന്ന് ലഭിക്കുന്നത്. വിവരങ്ങൾ നൽകാൻ മടിക്കുന്നത് ഇതിനകത്ത് ക്രമക്കേട് നടന്നിട്ടുണ്ട് എന്ന് തെളിയിക്കുന്ന അതിന് ആവശ്യമായ തെളിവാണ് എന്നാണ് ഇതിനകത്ത് പറയാനുള്ളത്. വിഷയത്തിൽ ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിയും ഉദ്യോഗസ്ഥ വൃന്ദവും പരസ്പരം പഴിചാരി കൈ കഴുകുകയാണെന്നും ആക്ഷേപം. ലൈഫ് മിഷൻ ധനസഹായ വിതരണവുമായി ബന്ധപ്പെട്ട് ഇത്തരത്തിൽ മറച്ചുപിടിക്കൽ നടക്കുന്നതും യാതൊരു തെറ്റും ക്രമക്കേടും നടന്നിട്ടില്ലെങ്കിൽ ആ വിവരങ്ങൾ ഈ നാട്ടിലെ ജനങ്ങൾക്ക് മുഴുവൻ അറിയാവുന്ന രീതിയിൽ വെളിപ്പെടുത്തുന്നതിന് എന്തിനാണ് ഭരണസമിതിയും അവിടുത്തെ ഉദ്യോഗസ്ഥരും ഭയപ്പെടുന്നത്? ലൈഫ് മിഷൻ പദ്ധതിയുമായി ബന്ധപ്പെട്ട് മാത്രമല്ല, തിരുവല്ലോമല ഗ്രാമപഞ്ചായത്തിനകത്ത് ഉദ്യോഗസ്ഥരെ ഭരണമേൽപ്പിച്ച് കൈകഴുകി ഞങ്ങളൊന്നും അറിയില്ല എന്ന ഭാവത്തിൽ ഇരിക്കുകയാണ് ഭരണസമിതി. ഉദ്യോഗസ്ഥരുടെ മേൽ എല്ലാ ഭരണ ഉത്തരവാദിത്വവും ഏൽപ്പിച്ച് തങ്ങൾക്കിതിലൊന്നും യാതൊരു കാര്യവും അറിയില്ല എന്ന നിലപാടാണ് ഭരണസമിതി സ്വീകരിക്കുന്നത്. ഉദ്യോഗസ്ഥരോട് കാര്യങ്ങൾ ആവശ്യപ്പെട്ടാൽ ഭരണസമിതിയുടെ കഴിവില്ലായ്മയെ ചൂണ്ടിക്കാണിച്ച് ഞങ്ങൾ നിസ്സഹായരാണ് എന്ന് പറയുകയാണ് ഉദ്യോഗസ്ഥ വൃന്ദം. ഗുണഭോക്താക്കൾക്ക് ലഭ്യമാകേണ്ട തുക എങ്ങനെ മറ്റുള്ള അക്കൗണ്ടുകളിലേക്ക് മാറിയെന്നതിന് ഭരണസമിതി ജനങ്ങൾക്ക് വ്യക്തമായ മറുപടി നൽകണമെന്നും S. ദിലീപ് ആവശ്യപ്പെട്ടു. ഇവിടുത്തെ ഭരണസമിതി നടപ്പിലാക്കുന്ന ഈ തെറ്റായ നയങ്ങൾ തിരുവല്ലോമലയിലെ ജനങ്ങൾക്ക് തീർത്തും ദുസ്സഹമായി തീർന്നിരിക്കുകയാണ്. തിരുവല്ലോമല ഗ്രാമപഞ്ചായത്തിലെ ലൈഫ് ഗുണഭോക്താക്കൾക്ക് നൽകേണ്ടിയിരുന്ന ഈ തുക എങ്ങനെയാണ് മറ്റ് അക്കൗണ്ടുകളിലേക്ക് പോയിട്ടുള്ളത് എന്ന്
കൃത്യമായി പഞ്ചായത്ത് ഭരണസമിതിയുടെ ഭാരവാഹികൾ ജനങ്ങളോട് മറുപടി പറഞ്ഞേ പറ്റൂ എന്നാണ് ഇടതുപക്ഷം എന്ന രീതിയിൽ ഞങ്ങൾക്ക് പറയാനുള്ളത്. പുത്തൻ രുചിയുടെ മാസ്മരിക ലോകവുമായി സ്പൈസ് ആൻഡ് ബോൺ ഗാർഡൻ റെസ്റ്റോറന്റ് ചേലക്കര. ഇന്ത്യൻ, അറബിക്, ചൈനീസ് വിഭവങ്ങളും ജ്യൂസ്, ഐസ്ക്രീം തുടങ്ങിയവയുമെല്ലാം ഇനി ഒരു കുടക്കീഴിൽ ലഭിക്കും. ഇഷ്ടമുള്ളത് മനസ്സ് നിറച്ച് കഴിക്കാം സ്പൈസ് ആൻഡ് ബോൺ ഗാർഡൻ റെസ്റ്റോറന്റിൽ നിന്നും. കുട്ടികൾക്കായി മിനി പാർക്കും വാഹന പാർക്കിംഗ് സൗകര്യവും സ്പൈസ് ആൻഡ് ബോൺ ഗാർഡൻ റെസ്റ്റോറന്റ് ഒരുക്കിയിരിക്കുന്നു. കൂടാതെ ഹോം ഡെലിവറി സൗകര്യവും ലഭ്യമാണ്. സ്പൈസ് ആൻഡ് ബോൺ ഗാർഡൻ റെസ്റ്റോറന്റ് MSN ഓഡിറ്റോറിയത്തിന് എതിർവശം തോന്നൂർക്കര. ഫോൺ 9447 062266.